തന്നെയാണ്. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അവിടെ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അങ്ങനെ അപ്പോൾ അവിടെ UDF അണിനിരത്താൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ആരായിരിക്കും? ഞാൻ ലിസ്റ്റ് പറയാം, ഓപ്ഷൻസ് പറയാം. ആരായിരിക്കും? ഓപ്ഷൻ എ ഇപ്പോഴത്തെ അവിടുത്തെ MLA തന്നെയായ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഓപ്ഷൻ ബി VT ബൽറാം, പഴയ തൃത്താല MLA. ഓപ്ഷൻ സി സന്ദീപ് വാര്യർ. അല്ലെങ്കിൽ ഡി ഏതെങ്കിലും ഒരു വനിതാ നേതാവ്. ഇപ്പോഴത്തെ അവിടുത്തെ ചീത്തപ്പേര് മാറ്റാൻ ഒരു വനിതാ നേതാവിനെ അവതരിപ്പിച്ചാൽ അത് നല്ലൊരു സ്ട്രാറ്റജി ആയിരിക്കും. ആർക്കായിരിക്കും സാധ്യത? ഓപ്ഷൻ സി സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരോ? പാലക്കാടോ? സന്ദീപ് വാര്യർക്ക് അവിടെ വന്ന് CPM BJP കൂട്ടുകെട്ടില്ല എങ്കിൽ സന്ദീപ് വാര്യർക്ക് വിജയം ഉറപ്പ് എന്ന് ചില പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. ഇനി സന്ദീപ് തന്നെ അടിച്ചിറക്കിയ വാർത്തയാണോ എന്നും അറിയില്ല. കോൺഗ്രസ്സുകാരെ ഒന്ന് അറിയിപ്പിക്കാൻ വേണ്ടി, കാരണം എനിക്ക് അത്രത്തോളം ജനപിന്തുണ പാലക്കാടുണ്ട്. ഈ BJPയിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പെട്ടെന്ന് കാലുമാറി കോൺഗ്രസിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഒരു വലിയ മുഖം എനിക്കുണ്ട്. ഞാൻ കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർ എന്നെ എന്താ മൈൻഡ് ചെയ്യാത്തത്? സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായൊക്കെ തൃശ്ശൂരിൽ വന്നു. അപ്പോൾ DCC വിമർശിച്ചു, മേലാൽ ഈ ഏരിയയിലോട്ട് കണ്ടുപോകരുത്, തൃശ്ശൂർ ഇവിടെ ആണുങ്ങൾക്ക് അറിയാം ഇവിടെ എന്ത് പണി ചെയ്യണമെന്നുള്ളത്, അതുകൊണ്ട് ഈ ഏരിയയിൽ വരണ്ട, മോൻ തൽക്കാലം പറ്റുന്ന സ്ഥലത്ത് പോയി കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പാലക്കാട് നിൽക്കാം, ഞാൻ പാലക്കാട് നിൽക്കാം, നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ പാലക്കാട് നിൽക്കാം എന്നൊക്കെയുള്ള ഒരു സൂചനയൊക്കെ ആയിട്ട് സന്ദീപ് വാര്യർ രംഗത്ത് വരുന്നുണ്ട്. സന്ദീപ് വാര്യർ പറയുന്നത് സന്ദീപ് വാര്യർ അല്ല, പൊതുവെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് BJP ബന്ധം ഉപേക്ഷിച്ചുവെങ്കിലും പാർട്ടിയുടെ ചെറുതല്ലാത്ത വോട്ടുകൾ സമാഹരിക്കാൻ സന്ദീപ് വാര്യറിന് കഴിയുമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. മൂത്താൻ തറയടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇതുവരെ കോൺഗ്രസിന് ലഭിക്കാത്ത വോട്ടുകൾ പോലും സന്ദീപ് ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചേക്കാവുന്നതാണ് അവസ്ഥ. സന്ദീപ് വാര്യർ പാർട്ടിയിലെത്തിയിട്ടും കഴിഞ്ഞ തവണ പാലക്കാട് കോർപ്പറേഷനിലടക്കം എല്ലായിടത്തും കോൺഗ്രസിന് വോട്ട് വർദ്ധിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. CPMന്റെ വോട്ടുകളിലും നേരിയ വർധനവുണ്ടായി. എന്നാൽ BJPക്ക് വോട്ട് വർദ്ധിച്ചില്ല എന്ന് മാത്രമല്ല കുറയുകയും ചെയ്തു. രാഹുലിന് മുൻപ് 3 തവണ അടുപ്പിച്ച് മണ്ഡലം നിലനിർത്തിയിരുന്ന ഷാഫി പറമ്പിൽ 2021 ഈ ശ്രീധരനിൽ നിന്ന് കടുത്ത മത്സരമാണ് നേരിടേണ്ടി വന്നത്. അന്ന് CPM സ്ഥാനാർത്ഥിയായിരുന്ന CP പ്രമോദ് 25% വോട്ട് മാത്രമാണ് നേടിയത്. ആ തിരഞ്ഞെടുപ്പിൽ 35% വോട്ടുകൾ BJPക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാഹുൽ സ്ഥാനാർത്ഥിയായതോടെ BJPയുടെ CPMന്റെ വോട്ടുകളിൽ കാര്യമായ ചോർച്ചയാണ് അനുഭവപ്പെട്ടത്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന ഡോക്ടർ P സരിൻ പാർട്ടി വിട്ട് CPMൽ ചേക്കേറിയതടക്കം നിരവധി വെല്ലുവിളികൾ കോൺഗ്രസിന് നേരിടേണ്ടി വരുന്നു. സരിനൊപ്പം AK ഷാബിനും പാർട്ടി വിട്ടു നിന്നിരുന്നു. തുടർന്ന് സരിൻ CPMന്റെ സ്ഥാനാർത്ഥി കൂടി ആയതോടെ ഇടതുപക്ഷം പൂർണ്ണ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ പാലക്കാട്ടെ കെട്ടുറപ്പുള്ള കോൺഗ്രസിന്റെ സംവിധാനം തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അരയും തലയും മുറക്കി രംഗത്തിറങ്ങിയതോടെ ചരിത്രത്തിലെ വലിയ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ജയിച്ചു കയറിയത്. പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ 42.27% രാഹുൽ പെട്ടിയിലാക്കി. BJP 28% വോട്ട് പിടിച്ചപ്പോൾ CPM 24%ത്തിലേക്ക് കൂപ്പുകുത്തി. രാഹുലിനെതിരെ ആരോപണം വന്നെങ്കിലും ഇതുവരെ പാലക്കാടിനെ ഇത് ബാധിച്ചിട്ടില്ല. ഇതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ള വോട്ട് വർധന അതേ തരത്തിൽ നിലനിർത്താൻ സന്ദീപ് വാര്യർക്കാകും. ഇതിനു പുറമെ കൂടുതൽ BJP വോട്ടുകൾ പാർട്ടിയുടെ പെട്ടിയിൽ വീഴുമെന്നാണ് കരുതപ്പെടുന്നത്. അടുത്ത തവണയെങ്കിലും യുവ നേതാക്കളെ കളത്തിലിറക്കി മണ്ഡലം പിടിക്കാമെന്ന CPMന്റെ സ്വപ്നം അല്പായുസ് മാത്രമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാര്യം എന്തുകൊണ്ട് അവിടെ കോൺഗ്രസിന് അത്ര BJP വലിയ ഒരു മുന്നേറ്റം നടത്തുന്ന ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ട് ജയിച്ചു കയറുന്നു എന്നുള്ളതിന് നിസ്സാരമായ ഉത്തരം ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഏകീകരണമാണ്, പ്രത്യേകിച്ചും മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ടവർ. ഇപ്പൊ സന്ദീപ് വാര്യരെ പോലെ ഒരു മുൻ BJP ചരിത്രം പേറുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ വന്നു കഴിഞ്ഞാൽ ആ വോട്ട് ഭിന്നിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും P സരിനെ പോലെ ഒരാൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമായിരിക്കില്ല LDFനെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ലൈംഗിക ആരോപണം അത്തരം വിഷയങ്ങളെ ഒട്ടും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ജനസമൂഹമാണ് കേരളത്തിലുള്ളവർ. നമ്മുടെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ എന്തുകൊണ്ട് താഴെ പോയി എന്നുള്ളതിൻ്റെ നിസ്സാരമായ ഉത്തരം സോളാർ ആരോപണമാണ്. അതേപോലെ സിനിമാ നടൻ ദിലീപ്, അദ്ദേഹം ആ ഒരു ആരോപണത്തിന് ശേഷം പക്ഷേ സ്വപ്നയുടെ ആരോപണം വന്നിട്ട് CPM രണ്ടാമതും വിജയിച്ചു കയറിയല്ലോ. അത് കിറ്റ് ഇറക്കിയതുകൊണ്ടല്ലേ. കിറ്റിൻ്റെ അകത്ത് എല്ലാവരും മറന്നുപോയി. അത് ഇനിയും ആ ഒരു മാജിക് ആവർത്തിക്കപ്പെടുമെന്ന് നമുക്ക് ഉറപ്പിക്കാനൊക്കെ ഇല്ല. പിന്നെ കോവിഡ് അതേപോലുള്ള പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ വൈകുന്നേരങ്ങളിലുള്ള വാർത്താ സമ്മേളനങ്ങൾ, ഞങ്ങൾ മറ്റേ കാരുണ്യഭൂതനായി മാറുന്ന
ഒരവസ്ഥയുണ്ടല്ലോ. അനക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അതായത് ആ കൊറോണ സമയത്ത് കോഴിക്ക് തീറ്റ കൊടുക്കണം, പട്ടിയെ കൂട്ടിലടയ്ക്കണം, അതിൻ്റെ സമയം അതിനു പോലും വിശദീകരിക്കാൻ ഒരു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ജനങ്ങൾ മറന്നു പോകും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ആ ഒരു മാജിക് ഇനി ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഈ ലൈംഗിക ആരോപണം അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ജനം അവരെ നിഷ്കരണം തള്ളിക്കളയും എന്നുള്ളത്. ഇപ്പം സിനിമാ നടൻ ദിലീപ് ആരോപണം വന്നു, അദ്ദേഹം കഴിവില്ല നടൻ തന്നെയാണ്, പക്ഷേ എന്ത് ചെയ്യാൻ, അദ്ദേഹം അതിനുശേഷം നല്ല സിനിമകൾ ഒരുപാട് കൊണ്ടുവരുന്നു, പക്ഷേ ജനം സ്വീകരിക്കുന്നില്ല, പുറന്തള്ളിക്കളഞ്ഞു. ജനങ്ങളുടെ മനസ്സിൽ നിന്ന് കഴിവില്ലാത്ത നടനാണോ കഴിവുള്ള നടനാണോ? വളരെ കഴിവുള്ള നടനാണ്. ഒരു അഭിനേതാവ് എന്ന നിലയിൽ എല്ലാവരും പൊതുവെ അംഗീകരിക്കുന്ന ഒരു നടൻ തന്നെയാണ് ദിലീപ്, അത് നിസ്സംശയം പറയാം. പക്ഷേ ഇത്തരം ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ട് പഴയ കുടുംബ പ്രേക്ഷകരൊന്നും അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ കയറുന്നില്ല. സമാനമായൊരു അനുഭവം തന്നെയാണ് ഇനി കോൺഗ്രസിനെയും പാലക്കാട് കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിൽ LDF അല്ലെങ്കിൽ BJPക്ക് വലിയൊരു എന്താ പറയുക സഹായമാണ് ചെയ്തു കൊടുത്തേക്കുന്നത്. അവർ വലിയൊരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇമാതിരി ഒരു ആക്ഷേപം വരുമ്പോൾ അത് വലിയ രീതിയിൽ ജനത്തെ സ്വാധീനിക്കുക. അതിപ്പോൾ സന്ദീപ് വാര്യർ അല്ല, ഏത് വാര്യർ നിന്നാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFനെ സംബന്ധിച്ച് പാലക്കാട് അതങ്ങ് വിട്ടേക്ക്, അതങ്ങ് മറന്നേക്കും എന്നുള്ള അവസ്ഥയാകാനാണ് സാധ്യത. അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിന് അവർ തയ്യാറാണ്. അവിടെ ഇപ്പോഴും വലിയ താരാരാധനയുള്ള ജനപിന്തുണയുള്ള ഷാഫി പറമ്പിലിനെ MP സ്ഥാനം രാജിവെപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കേണ്ടി വരും. അപ്പോഴും ഷാഫിക്ക് അപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കളങ്കത്തിൻ്റെ ഒരു ഭാഗം അപ്പോഴും ഷാഫി പറമ്പിലിന് അവിടെ പേറേണ്ടി വരും. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്പോൺസർ അല്ലെങ്കിൽ ഗോഡ് ഫാദർ ഷാഫി പറമ്പിലാണല്ലോ. പറമ്പിലാണ് മാവുംകൂട്ടം വളർന്നത്. അപ്പോൾ അതുകൊണ്ട് ഷാഫി പറമ്പിലിന് പോലും അവിടെ എത്രത്തോളം മുന്നേറാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. അപ്പോഴാണ് സന്ദീപ് വാര്യർ ശരി, ഒരു ആഗ്രഹമല്ലേ, നടക്കട്ടെ. ഇല്ല, ഇത് വാര്യരുടെ ആഗ്രഹമാണ്. പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് പോലും ഉണ്ടാവില്ല. കാരണം പാർട്ടിക്ക് ഇപ്പോൾ അത് ചിന്തിക്കാൻ സമയമില്ല. ഓരോ ദിവസം രാഹുലിന്റെ എതിരെയുള്ള ആരോപണങ്ങൾ, പെണ്ണുങ്ങൾ വരുന്നു വോയിസ് ക്ലിപ്പ് വരുന്നു, പെണ്ണുങ്ങൾ വരുന്നു വോയിസ് ക്ലിപ്പ് വരുന്നു, രാഹുൽ വരുന്നു വോയിസ് ക്ലിപ്പ് വരുന്നു. ഇതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു സാധനം വന്നിരുന്നു. അതായത് ഒരു കസ്റ്റമർ കെയർ തുടങ്ങിയത്രേ UDF കേന്ദ്രം. അതായത് പീഡിപ്പിക്കപ്പെട്ടവരാണെങ്കിൽ 1 അമർത്തുക, ഗർഭം ഉണ്ടായവരാണെങ്കിൽ 2 അമർത്തുക, പരാതി മാത്രമേ ഉള്ളെങ്കിൽ 3 അമർത്തുക. അങ്ങനെ ഒരു അത് കസ്റ്റമർ കെയർ അല്ല പ്രേമലേട്ടാ. അത് ഇട്ടത് ആരെന്നറിയാവോ? നമ്മുടെ യുവരാജ് ഗോകുൽ ഇട്ട ഒരു പോസ്റ്റാണത്. ആ പോസ്റ്റ് എനിക്ക് ആരോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ആരാണ്? നല്ല രസമുണ്ട് ആ പോസ്റ്റ് വായിക്കാനേ. നിങ്ങൾ 1 അമർത്തു 2 അമർത്തു. യുവരാജ് ഗോകുലാണോ ഇനി മറ്റാരെങ്കിലും ആണോ എന്ന് എനിക്ക് അത്ര പിടിയില്ല കേട്ടോ. യുവരാജ് ഗോകുൽ എന്നാണ് പറയുന്നത്. നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടവരാണെങ്കിൽ 1 അമർത്തു, നിങ്ങൾ പിന്നെ പീഡനത്തിന് 2 അമർത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ്. കൊള്ളായിരുന്നു, നല്ല പോസ്റ്റായിരുന്നു. പിന്നെ എന്താ അത് പിന്നെ ഇവർ പറയുന്നത് ശരിയാണല്ലോ. ഈ മുഖ്യമന്ത്രിയുടെ അല്ല, ഇവരുടെയൊക്കെ ഉണ്ടല്ലോ, ഈ നമ്മുടെ മുകേഷ് MLA, മറ്റേ കടകംപള്ളി സുരേന്ദ്രൻ, പിന്നെ നമ്മുടെ AK ശശീന്ദ്രൻ, ശശി, PK ശശി, തോമസ് ഐസക്, സ്പീക്കർ, ഇനി ആരെങ്കിലും ഉണ്ടോ അതില്? ഇതിന്റെ ഇടയിലൊക്കെ വിദഗ്ധമായി രക്ഷപ്പെട്ട് തടിയൂരിപ്പോയ ഒരാളുണ്ട് കേട്ടോ, പഴയൊരു ഗതാഗത മന്ത്രി ജോസ് തെറ്റേയി. ജോസ്, അദ്ദേഹത്തിന്റെ പിന്നെ ഒരു വീഡിയോ ഈ അടുത്ത സമയത്ത് ഇപ്പോൾ 2 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയ കിടന്ന് കളിക്കുന്നുണ്ട്. കുത്തിപ്പൊക്കിയതാരോ വിദഗ്ധമായിട്ട്. അത് പണ്ട് ചാനലിലൊക്കെ വന്ന് വലിയ വിവാദമായതാണ്. ചില ബ്ലർ ചെയ്യാതെ ചില സാധനമൊക്കെ പ്രദർശിപ്പിച്ചതിൻ്റെ പേരിൽ ചാനലുകൾക്ക് പോലും പഴികേട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇത്തരത്തിൽ നെടുനീളല്ലേ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ ദുഷ്പേര് കേൾപ്പിച്ച ലൈംഗിക ആരോപണ കേസുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്, ഒളിഞ്ഞും തെളിഞ്ഞും പലതും ഉണ്ട്. അപ്പോൾ അതിൻ്റെ എണ്ണം എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ടൊന്നും തീരില്ല. അപ്പോൾ അതിപ്പോൾ ഈ പ്രസക്തമായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ UDF വലിയ രീതിയിലുള്ളൊരു വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ അതിനെ അട്ടിമറിക്കുന്ന തരത്തിൽ ഒരു MLA, അതായത് അവരുടെ യുവജന വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു നേതാവെന്ന് അവർ തന്നെ അവകാശപ്പെട്ട് അവതരിപ്പിക്കുന്ന ഒരു MLA ഇത്തരത്തിൽ ഒരു ദുഷ്പേർ പേരുന്നത് തീർച്ചയായിട്ടും ആ പാർട്ടിക്ക് മാത്രമല്ല ആ മുന്നണിയുടെ തന്നെ ജയസാധ്യതയെ ബാധിക്കും. അപ്പോൾ വേണമെങ്കിൽ സന്ദീപ് വാര്യർക്ക് ഒരു രക്തസാക്ഷി പരിവേഷം കൊടുത്ത് എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. പക്ഷെ പാലക്കാട് ഇത്രയും നിർണായക പോരാട്ടം നടക്കുന്ന സ്ഥലത്ത് സന്ദീപ് വാര്യരെ പ്രതിഷ്ഠിച്ച് ഒരു മത്സരത്തിന് UDF തയ്യാറാകുമോ ഇല്ലെങ്കിൽ കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും.